താനെന്തിനാണ് ഇങ്ങനെ തൊട്ടനും പിടിച്ചെനക്ക് പേടിക്കുന്നത്? പിന്നെ പേടിക്കാതെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ മുറി തുറക്കരുതെന്ന്. കെട്ടിപ്പൂട്ടി ബന്ധിച്ച് വെച്ചതിനെയൊക്കെ തുറന്നു വിട്ടില്ലേ, പിന്നെ എങ്ങനെ ഞാൻ ധൈര്യത്തോടെ ഇരിക്കും? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങ് പോയില്ലേ എല്ലാവരും? ഒറ്റയ്ക്കാക്കി പോയി? എനിക്കറിയില്ല, എവിടേക്കോ പോയി. എവിടേക്കോ പോയോ? ഒന്നും പറഞ്ഞില്ലേ? ഞാനിങ്ങനെ നോക്കിയിരുന്നപ്പം ഒരു വെള്ളക്കാർ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നു. നമ്മുടെ നാദറ കുഞ്ഞ് ഒരു സഞ്ചിയും തോളെ തൂക്കിയിട്ടുകൊണ്ട് ആ കാറിൻ്റെ അടുത്തേക്ക് പതിയെ 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 ചെന്നു. പിന്നെ ഞാൻ കണ്ടില്ല. നന്നായി, താൻ കഴിക്കെടുത്തു. ഓ, തന്നെ വിളമ്പി കഴിക്കത്തേ ഉള്ളൂ. ആ എൽദോ വാടോ. ഓ, വിളിക്കുന്നു. സാറ് ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇന്നിനി വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഐ എം റിയലി സോറി ജെഡി. പ്രതീക്ഷിക്കാതെ വന്നൊരു റെക്കോർഡിംഗ്. ഞാൻ തന്നെ പാടണമെന്ന് മ്യൂസിക് ഡയറക്ടർ അമൽദേവിന് ഒറ്റ നിർബന്ധം. എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭരത് സാറും എൻ്റെ പാട്ട് അവിടെ വെച്ച് കേട്ടു. സാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ത്രില്ലടിച്ചു പോയി കേട്ടോ. പിന്നെ സാർ എനിക്ക് തന്ന ഓഫർ എന്താണെന്നറിയോ? ഭരത് സാർ ചെയ്യുന്ന അടുത്ത നാഷണൽ ഇൻ്റഗ്രേഷൻ ആൽബത്തിലെ ഫീമെയിൽ വോയിസ് ഈ നാദിരയുടേതാ. എന്താ ജെഡി? ആരാ? ഞാൻ ഗീത. ജയദേവന്റെ ദൈവമേ, എനിക്ക് മനസ്സിലായില്ല. വരൂ, കയറിയിരിക്കെ. ഞാൻ ലൈല, ഗീതയുടെ കൂട്ടുകാരിയാണ്. ഞാൻ ജയദേവന്റെ ഏട്ടത്തി മണിയമ്മ. ഇരിക്കെ. ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു വരവ്. ഞാനും. പക്ഷേ വരേണ്ടി വന്നു. എന്താ കാര്യം? ജയദേവൻ അറിയാതെയാണോ പോന്നത്? ജയദേവൻ അറിഞ്ഞാ വിടില്ലാന്നറിയാം. അമ്മയുടെ ശവം പോലും കാണാൻ സമ്മതിക്കാതെ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ വിശ്വേട്ടൻ അവനെ? ജയദേവൻ ഗീതയെ വിട്ടുപോയിട്ട് വളരെ കാലായി.
ഇപ്പോ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കുക. ദൈവമേ, സത്യമാണോ? അതെ. എനിക്കൊരു മകളുണ്ട്, ജയന്തി. വയസ്സ് 15ആയി. അവളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിന് വിശ്വേട്ടനെ കാണാനാണ് ഞാൻ വന്നത്. അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. എന്താ? ജയദേവനെ പോലീസ് കൊണ്ടുപോയെന്നറിഞ്ഞപ്പോ അമ്മ തളർന്നു വീണു. അധികം വൈകാതെ മരിക്കുകയും ചെയ്തു. ജയദേവൻ വന്നെങ്കിലും വിശ്വേട്ടൻ ഈ പടി കയറ്റിയില്ല അവനെ. അതെനിക്കറിയാം. പിന്നീട് വിശ്വേട്ടൻ മൗനിയായി, ആരോടും ഒന്നും മിണ്ടാതായി. ഒരു ദിവസം ഇന്നലെ ഒരു അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി. വിശ്വേട്ടൻ ബഹളം കൂട്ടുമെന്ന് ഞാൻ കരുതി. ഒന്നും ഉണ്ടായില്ല. ആ മനുഷ്യന് ദേഷ്യം പോലും വന്നില്ല. വിധി എന്ന് മാത്രം പറഞ്ഞു. ഞങ്ങളുടെ മോള് ജിഷ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നത് പൊള്ളുന്ന പനിയായിട്ട്. 2 ദിവസം ആശുപത്രി കിടന്നു. 3-ാം ദിവസം രാവിലെ ജിഷമോള് പോയതോടെ വിശ്വേട്ടൻ ആകെ തകർന്നുപോയി. ജീവിതത്തോട് പോലും വിരക്തിയായി. പെൻഷൻ തുക എന്റെ പേരിലാക്കിയിട്ട് തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ദിവസം ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഇതുവരെ വന്നില്ല. പലയിടത്തും അന്വേഷിച്ചു, കണ്ടവരാരുമില്ല. ജയദേവനും ഗീതയും സന്തോഷമായിട്ട് ജീവിക്കുന്നെന്ന് ഞാൻ വിചാരിച്ചു. തളർന്നു കിടന്ന അമ്മ നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് പട്ടും മാലയും എന്റെ കയ്യിൽ തന്നയച്ചു. വിശ്വേട്ടനറിയാതെ നിങ്ങൾക്ക് തരാൻ. ഞാനാ അത് അമ്പലത്തിൽ ഏൽപ്പിച്ചത്. വിശ്വേട്ടനറിയാതിരിക്കാൻ ഞാൻ മാറി നിന്നു. അതാ നമ്മൾ അന്ന് കാണാതിരുന്നത്. ഒടുവിൽ ഇന്നിങ്ങനെ കാണേണ്ടി വന്നു. ഈശ്വര, എന്തു വിധി!
ഞാൻ ഇനി എന്ത് ചെയ്യും? ആരോട് പറയും? ആരാ? നമസ്കാരം മാഡം, നമസ്കാരം. ഞാൻ അലക്സ്. ബോംബെയിലെ വർമ്മ കോർപ്പറേഷന് വേണ്ടി ലൈസൻസ് വർക്ക് ചെയ്യുന്നത് ഞാനാ. ഓ, ഇന്നലെ ഞാൻ ഫോൺ ആ, ചെയ്തിരുന്നു. വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട മാഡം, ഞാൻ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് തരാൻ വേണ്ടി വന്നതാ. നാളെ 3:30 ഫ്ലൈറ്റ്. ഓക്കെ. ബോംബെ എയർപോർട്ടിൽ നമ്മുടെ ആളുണ്ടാവും. ഒബ്രോയിലാണ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദാ എൻ്റെ ഫോൺ നമ്പർ. താങ്ക് യു. ഓക്കെ അലക്സ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ മാഡം, ഓക്കെ. താങ്ക് യു. ജെഡി, ടിക്കറ്റ്. നാളെ 3:30 ഫ്ലൈറ്റ്. ടോയ്ലറ്ററീസ്, മെഡിസിൻസ്, കോസ്മെറ്റിക്സ് എല്ലാം പാക്ക് ചെയ്തില്ലേ? അതെല്ലാം ഭദ്രം. പക്ഷേ ഞാൻ പോയാൽ എൻ്റെ ജേഡി ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അതാ എനിക്കൊരു വിഷമം. ജസ്റ്റ് ഡോണ്ട് ബോദർ. ഒരു തരത്തിൽ നീ എൻഗേജ്ഡ് ആയിരിക്കുന്നത് എനിക്കൊരു റിലീഫാണ്. നിന്നെ ശ്രദ്ധിക്കാൻ, കെയർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന കുറ്റബോധം ഉണ്ടാവില്ല എഴുതാനിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഗീതയുടെ കാര്യത്തിൽ സംഭവിച്ചത് നിന്റെ കാര്യത്തിൽ ഉണ്ടാവരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അവൾ അനുഭവിച്ച ഒറ്റപ്പെടൽ, ഏകാന്തത, അത് നിനക്കുണ്ടാവരുത്. ബോംബെക്ക് പോകുന്നതിന് മുന്നേ അമ്മാമ്മയെ ചെന്നത് കാണണം. അവർക്കത് സന്തോഷമാവും. അമ്മാമേ, ആരത്? ജേഡി വന്നില്ലേ? ഇല്ല, പുതിയ നോവൽ എഴുത്തിന്റെ തിരക്കില. ആ, മോൾക്ക് കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? എനിക്കൊന്നും വേണ്ട. അമ്മാമ്മ ദേ ഇവിടോട്ടൊന്ന് ഇരുന്നേ. ഞാന് അമ്മാമ്മയെ ശരിക്കൊന്ന് കാണട്ടെ. ആ, ഉം, അമ്മാമ്മ ഒരു സാധനം കാണിച്ചു തരാം. വാ എന്താ? വാ, ഈ അമ്മാമ്മയുടെ കാര്യം. നീ വാ വാ. എന്താ അമ്മാമ്മേ? ഷോ, എനിക്ക് ഇരി. വയ്യ. നോക്ക്, മോള് ടി വിയിൽ പാടുന്നത് കണ്ടപ്പോ അമ്മാമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി. അന്ന് ഒരുപാട് ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ഇതൊന്നും കാണാൻ
എൻ്റെ സൈമൺ കോശി എൻ്റെ മോള് റോസമ്മയും ഇല്ലാന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് കരയും ചെയ്തു. ഹാ. ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അഭിമാനം തോന്നിയൊരു ദിവസം അത്. പിറ്റേ ദിവസം ഞങ്ങളിവിടെ ഒരു പാർട്ടി നടത്തി. ആഹാ. എൻ്റെ മോൾക്ക് വേണ്ടി അമ്മാമ്മ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാലേ അമ്മാമ്മയുടെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു. അമ്മാമ്മയുടെ ഈ കൊച്ചുമോള് സിനിമയിൽ പാടാൻ വേണ്ടി നാളെ ബോംബെക്ക് പോവാ. ആ, ഉം. അതിന് എന്റെ അമ്മാമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതാ ഞാനിപ്പോ. ഈ അമ്മാമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും എൻ്റെ മോളുടെ ഒപ്പം ഉണ്ടാവും. ഉം. വാ, ഇനി എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഉം. ഗായികയാവുന്നതും പ്രശസ്തി നേടുന്നതും ഒക്കെ നല്ല കാര്യമാണ്. അതിനിടയിൽ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്: കുടുംബം. നിന്റെ അമ്മയുടെ ഗതി നിനക്കുണ്ടാവരുത്. എത്ര തിരക്ക് വർദ്ധിച്ചാലും ജേഡിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മാമ്മേ. നാളത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.